Hello dear children, we will discuss plus 1 complex numbers. Complex numbers plus 1 syllabus വളരെ കുറച്ചേ NCERT വളരെ കുറച്ചേ. അപ്പോൾ നമ്മൾ കുറച്ച് ആ NCERT പോർഷൻസ് ഒന്ന് വെറുതെ ഒന്ന് കവർ ചെയ്യും. അതിനുശേഷം കീമിന് വരുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം JEE മെയിൻസിന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് വളരെ ഹെവി ടോപ്പിക്കാണെന്ന് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ കോംപ്ലക്സ് നമ്പേഴ്സിൽ അപ്ലിക്കേഷൻസ് വരും, കുറേ ജോമെട്രി വരും. അപ്പോൾ അതുകൊണ്ട് ജോമെട്രിയിലെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ള ടോപ്പിക്കാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് നിങ്ങൾ സാധാരണമായി പഠിച്ചാൽ പോരാ, കുറച്ചും കൂടി ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം കോംപ്ലക്സ് നമ്പേഴ്സിന് നല്ലോണം ചോദ്യങ്ങൾ വരും. കോംപ്ലക്സ് നമ്പേഴ്സിൽ വളരെ നല്ല ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. അപ്പോൾ വിൽ ഡിസ്കസ് കോംപ്ലക്സ് നമ്പേഴ്സ്. ബേസിക്കലി വാട്ട് ഈസ് കോംപ്ലക്സ് നമ്പർ? റിയൽ നമ്പറിൻ്റെ എക്സ്റ്റൻഷനാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഹോൾ നമ്പേഴ്സ് ഉണ്ടായി, പിന്നെ ഇൻഡിജേഴ്സ് ഉണ്ടായി, പിന്നെ റാഷണൽ നമ്പേഴ്സ് ഉണ്ടായി, പിന്നെ ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടായി. അതാണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് കുറച്ചുകൂടി വലുതായപ്പോഴാണ് കോംപ്ലക്സ് നമ്പേഴ്സ് വന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? റിയൽ നമ്പേഴ്സ് ഇല്ലാത്ത ഒരു വലിയ പ്രത്യേകത കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. എന്താ പ്രത്യേകത? റിയൽ നമ്പേഴ്സ് ഒരു വരയുടെ മുകളിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും. എനി റിയൽ നമ്പർ ക്യാൻ ബി പ്ലോട്ടഡ് ഓൺ എ നമ്പർ ലൈൻ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് കോംപ്ലക്സ് നമ്പർ ഇറ്റ് ക്യാൻ ബി പ്ലോട്ടഡ് ഓൺലി ഓൺ എ പ്ലെയിൻ. പ്ലെയിനിൽ മാത്രമേ പ്ലോട്ട് ചെയ്യാൻ പറ്റൂ. For real numbers can be plotted on a number line. Complex numbers can be plotted only on a plane. For real numbers ഒരു വരയുടെ മുകളിലാണ്, കോംപ്ലക്സ് നമ്പേഴ്സ് ഒരു പ്ലെയിൻ്റെ മുകളിലാണ്. ഈ ലൈൻ എന്ന് പറയുന്നത് 1 ഡയമെൻഷനാണ്, പ്ലെയിൻ എന്ന് പറയുന്നത് 2 ഡയമെൻഷനാണ്. അപ്പം ലൈനേക്കാൾ കുറച്ചുകൂടി വലിയ ഡയമെൻഷനാണ് 2 ഡയമെൻഷൻ. അപ്പം 2 ഡയമെൻഷനിൽ കിടക്കുന്ന ഒരു നമ്പറാണ്, നമ്പർ സിസ്റ്റമാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അതുകൊണ്ട് റിയൽ നമ്പേഴ്സിനേക്കാൾ കുറച്ചുകൂടി സൂപ്പർ സെറ്റാണ് റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പറാണ്, പക്ഷേ എല്ലാ കോംപ്ലക്സ് നമ്പറും റിയൽ നമ്പർ അല്ല. കോംപ്ലക്സ് നമ്പർ സ്ട്രിക്ട്ലി സൂപ്പർ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അതാണ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ആദ്യത്തെ പെർസ്പെക്റ്റീവ്. കോംപ്ലക്സ് നമ്പർ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക x+iy എന്നുള്ള ഫോമിലാണ്. എനി നമ്പർ ഓഫ് ദ ഫോം x+iy ഇസ് കോൾഡ് എ കോംപ്ലക്സ് നമ്പർ. എക്സിന് പറയുന്ന പേരാണ് റിയൽ പാർട്ട് ആൻഡ് y ഇസ് കോൾഡ് ഇമാജിനറി പാർട്ട്. ഈ i പറഞ്ഞാൽ അയോട്ട. We call I as square root of -1. Actually, square root of -1 ആണ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഉത്ഭവം. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരുന്ന സമയത്തൊന്നും ആ നമ്പർ റിയൽ നമ്പർ ആവില്ല. അപ്പോൾ അത് കൈകാര്യം ചെയ്യാനാണ് ഈ കോംപ്ലക്സ് നമ്പർ എന്നുള്ള സംഭവം ഉണ്ടായത്. ഓക്കെ, റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരുന്ന സമയത്തൊക്കെ ആ സംഭവം റിയൽ നമ്പർ ആവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന സിസ്റ്റം ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് -1 ആണ് i. അപ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? i² വാല്യൂ -1 ആണ്, എക്സെട്ര. അപ്പോൾ x+iy ആണ്. അപ്പം ഏത് കോംപ്ലക്സ് നമ്പറും ഈ ഫോമിലായാൽ വി കോൾ ഇറ്റ്, ഏത് നമ്പറും ഈ ഫോമിലായാൽ വി കോൾ ഇറ്റ് എ കോംപ്ലക്സ് നമ്പർ. x ഇസ് കോൾഡ് ദ റിയൽ പാർട്ട്. ഇതിന് പറയുന്നത് റിയൽ പാർട്ട്, റിയൽ പാർട്ട്. y ഇസ് കോൾഡ് ഇമാജിനറി പാർട്ട്, ഇമാജിനറി പാർട്ട്. അപ്പം സെഡ് സാധാരണ കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യുക സെഡ് ആയിട്ടാണ്. സെഡ് ഈക്വൽസ് x+i എന്നാണ് കോംപ്ലക്സ് നമ്പർ പറയുക. അപ്പോൾ ഇനി മുതൽ നമ്മൾ റിയൽ സെഡിനെ നമ്മൾ വിളിക്കും, റിയൽ പാർട്ട് ഓഫ് സെഡിനെ റിയൽ സെഡ്, ആൻഡ് റിയൽ സെഡ് ഇസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എക്സ്. അപ്പോൾ ഇനി മുതൽ എക്സിന് നമ്മൾ പറയുന്ന പേരാണ് REZ, ആൻഡ് y ഇസ് കോൾഡ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്. വി കോൾ ഇറ്റ് IMZ, ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്. അപ്പം റിയൽ പാർട്ടും, അപ്പോൾ ഇത് നമ്മൾ കോംപ്ലക്സ് ഈ ഒരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്തു എന്ന് പറയുമല്ലോ. ഈ പ്ലെയിൻ ആക്ച്വലി ഇത് y ആക്സിസ് x ആക്സിസ് പോലെ ഉണ്ടെന്നേ ഉള്ളൂ, y ആക്സിസ് x ആക്സിസ് അല്ല. ഈ വി കോൾ ദിസ് ആസ് റിയൽ ആക്സിസ്. ഇതിന് പറയുന്നവരാണ് റിയൽ ആക്സിസ്. ഇതാണ് ഇമാജിനറി ആക്സിസ്. ഈ റിയൽ ആക്സിസ് x ആക്സിസ് ആയിട്ട് സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ, x ആക്സിസ് ആണെന്ന് വിചാരിക്കരുത്. റിയൽ ആക്സിസ്, ഇത് ഇമാജിനറി ആക്സിസ്. y ആക്സിസുമായിട്ട് സാമ്യമുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് y ആക്സിസ് അല്ല. അപ്പം ഇവിടെ നമ്മൾ 1 ആണെങ്കിലും നമ്മൾ എന്താ വിളിക്കുക? i എന്ന് വിളിക്കുക. ഇവിടെ 2 ആണെങ്കിലും നമ്മൾ എന്താ പറയുക? 2i എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടുത്തെ എല്ലാ നമ്പറിൻ്റെയും കൂടെ ഒരു i ഉണ്ടാവും. ഇവിടെ ഓക്കെ, ദിസ് ഇസ് 1 എക്സെട്ര. അപ്പോൾ ഇത് x+iy ആണെങ്കിൽ ഈ ലെങ്ത് ഇത് iy ആയിരിക്കും, ഈ പോയിന്റ് iy ആയിരിക്കും, പക്ഷേ ഈ ലെങ്ത് y ആയിരിക്കും. അതുപോലെ ഈ പോയിന്റ് x ആയിരിക്കും, ഈ ലെങ്ത് x ആയിരിക്കും. അപ്പോൾ x+iy ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ഇങ്ങനെയാണ് അതിനെ
represent here. It represents as a complex number like this. We call this plane. This plane is argon plane. Or complex plane. We call it argon plane. Argon plane. Or we can call it Cartesian plane. Only argon plane or Cartesian plane. Right? Argon plane or Cartesian plane. Now, x plus iy complex number ആണ്. അപ്പോൾ ഇവിടെ നോക്കുക എന്തൊക്കെ സംഭവിക്കാം. x plus iy complex number ആണെങ്കിൽ നമുക്ക് ഇതും കൂടി വിശദമായിട്ട് പറയാം. x plus iy complex number ആണെങ്കിൽ ഇത് complex number ആണ്. Suppose this is complex number. ഇത് complex number ആണ്. This is y axis, x axis. y axis അല്ല, ഈ real axis, imaginary axis. ഇത് real axis ആണ്, real axis. ഇത് imaginary axis. We call it im axis. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ഇവിടെ ഉണ്ടെങ്കിൽ ദിസ് ഇസ് എക്സ് പ്ലസ് ഐ വൈ, ഈ ലെങ്ത് ഈ പോയിന്റ് ഐ വൈ ആണ്. ഈ ലെങ്ത് എന്താണ്? വൈ ആണ്. ഈ ലെങ്തോ? ഈ ലെങ്ത് എക്സ് ആണ്. ഈ പോയിന്റ് എക്സ് ആണ്. അപ്പൊ ഈ ലെങ്ത്തിൽ ഇതാ ഈ ലെങ്ത് we can call this length as the modulus of the complex R is called modulus of the complex. Modulus. Modulus is absolute value എന്ന് പറയും. സെറ്റിന്റെ മോഡുലസ്. ശരിക്കും സെറ്റിന്റെ മോഡുലസ് പറഞ്ഞാൽ സെറ്റിന്റെ ഒറിജിനിലേക്കുള്ള ദൂരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പർ ആണോ ചോദിച്ചാൽ ആണ്. ബട്ട് 2 ഒരു റിയൽ നമ്പർ ആണ്. ശരിക്കും പറഞ്ഞാൽ 2 നാച്ചുറൽ നമ്പർ ആണ്. 2 കോംപ്ലക്സ് നമ്പർ ആണോ? ആണ്. കാരണം 2നെ നമുക്ക് 2 + 0 ആയി എന്ന് വെക്കാം. അപ്പം ഈ ഇമാജിനറി പാർട്ട് ഇല്ലാതെ ആയാൽ അത് റിയൽ നമ്പർ ആവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പർ ആണ്. പക്ഷെ എല്ലാ കോംപ്ലക്സ് നമ്പറും റിയൽ നമ്പർ അല്ല. അതുകൊണ്ടാണ് കോംപ്ലക്സ് നമ്പർ സ്ട്രിക്ട്ലി സൂപ്പർ സെറ്റ് ആവുന്നത്, റിയൽ നമ്പേഴ്സിനേക്കാൾ വലിയ സെറ്റ് ആവും. അപ്പം റിയൽ നമ്പേഴ്സിന്റെ കേസിൽ ഇപ്പോൾ 2ന്റെ മോഡുലസ് എന്താ വെച്ചാൽ 2 തന്നെയാണ്. -2ന്റെ സ്ലോപ്പ് മോഡ് എന്താ വെച്ചാൽ 2 തന്നെയാണ്. അപ്പം റിയൽ നമ്പറിന്റെ കേസിൽ ആക്ച്വലി ദൂരം ഫ്രം ദ ഒറിജിൻ തന്നെയാണ്. പക്ഷേ നമ്മൾ ദൂരം ഫ്രം ദ ഒറിജിൻ എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? നെഗറ്റീവിനെ മാറ്റുക. ഇപ്പോൾ 4 ആണെങ്കിൽ മോഡുലസ് എന്താ? 4. -4 ആണെങ്കിൽ മോഡുലസ് എന്താ? 4. അപ്പോൾ അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? മോഡുലസിനെ കൊണ്ട് നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവിന് മാറ്റാം, റിയൽ നമ്പർ ആവും. പക്ഷേ കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ ആ ഡെഫിനിഷന് കുറച്ചുകൂടി റെലവൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ എന്നുള്ള ഡെഫിനിഷന് കുറച്ചുകൂടി റെലവൻസ് ഉണ്ട്. എന്താ കണ്ടോ? ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ഇത് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. ഇതാണ് മോഡുലസ്. അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് the modulus is equal to under root x square plus y square. Modulus of a complex number is positive square root of x square plus y square. അങ്ങനെ ആലോചിക്കാം. അത് നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആണ്. മോഡുലസ് ഓഫ് 0 പറയുന്നത് 0 ആണ്. ഇനി ഈ ആംഗിളിന് പറയുന്ന ആർഗ്യുമെന്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ, തീറ്റ ഇസ് കോൾഡ് ആർഗ്യുമെന്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. ആർഗ്യുമെന്റിന്റെ ഷോർട്ട് ഫോം ആണ് ARG സെറ്റ്. അതിനെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ എന്നും പറയാറുണ്ട്. അപ്പൊ നമ്മൾ ആം സെറ്റ് എന്ന് പറയാം. തീറ്റ ഇസ് കോൾഡ് ദ മോഡുലസ്, അല്ല R is called the modulus and theta is called the amplitude of the complex number. അപ്പോൾ ഈ തീറ്റ കണ്ടാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഈ പോയിന്റ് ഇവിടെയാണെങ്കിൽ, ഈ പോയിന്റ് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ, ഇവിടെയോ ആണെങ്കിൽ പ്യൂർലി റിയൽ ആണ്. ഈ പോയിന്റ് ഇവിടെയോ ആണെങ്കിൽ പ്യൂർലി ഇമാജിനറി ആണ്. അപ്പോൾ ഈ പോയിന്റ് എക്സ് ആക്സിസിന്റെ മുകളിലാവാം അല്ലെങ്കിൽ റിയൽ ആക്സിസിന്റെ മുകളിലാവാം. അപ്പോൾ എന്തായിരിക്കും? അത് പ്യൂർലി റിയൽ നമ്പർ ആയി. അപ്പോൾ ഈ പോയിന്റ് ഇവിടെയാണെങ്കിൽ ഈ തീറ്റ 0 ആയിരിക്കും. ഈ പോയിന്റ് ഇവിടെയാണെങ്കിലോ ഈ തീറ്റ 180 ആയി. എന്ന് വെച്ചാൽ ഈ കോംപ്ലക്സ് നമ്പർ പ്യൂർലി റിയൽ നമ്പർ ആവാം, ഇവിടെ ആവാം. പോസിറ്റീവ് റിയൽ നമ്പർ ആയാൽ ആർഗ്യുമെന്റ് 0 ആയിരിക്കും. ഈ കോംപ്ലക്സ് നമ്പർ ഇവിടെ ആയാലോ നെഗറ്റീവ് റിയൽ നമ്പർ ആവും. നെഗറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ ആർഗ്യുമെന്റ് എന്തായിരിക്കും? 180 ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ്. എന്താ പോയിന്റ്? ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് 0 ആയാൽ, ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് 0 ആയാൽ സെറ്റ് പ്യൂർലി റിയൽ ആയിരിക്കും. ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് തീറ്റ 0 ആയാൽ ഇത് പ്യൂർലി റിയൽ ആയിരിക്കും. ആക്ച്വലി പോസിറ്റീവ് റിയൽ ആയിരിക്കും. സെറ്റ് വിൽ ബി പോസിറ്റീവ് റിയൽ. സെറ്റ് ഇസ് പ്യൂർലി റിയൽ, പോസിറ്റീവ് റിയൽ. പോസിറ്റീവ് റിയൽ ആകുമ്പോൾ പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് 0 ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാം? ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഇത് പോസിറ്റീവ് റിയൽ നമ്പർ ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പറിന്റെ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും 0 ആയി. വാട്ട് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2? 0. ആംപ്ലിറ്റ്യൂഡ് ഓഫ് 3? 0.
Amplitude of 10, 0. Amplitude of x square, amplitude of 10 square, 0. Amplitude of any positive real number, amplitude is 0. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇവിടെയാണെങ്കിലോ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് പൈ അയച്ചു. ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് 180 ആവും, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് പൈ ആവും. സെറ്റ് പൈ ആയാൽ ഇവിടെ ഉണ്ടാവും. കോംപ്ലക്സ് നമ്പർ വിൽ ബി ലൈക്ക് ദിസ്, ലൈക്ക് ഓൺ ദ നെഗറ്റീവ് ഭാഗം, നെഗറ്റീവ് സൈഡ്, നെഗറ്റീവ് ഭാഗം ഓഫ് ദ റിയൽ ആക്സിസ്. അപ്പം എന്തായിരിക്കും? സെറ്റ് ഇസ് നെഗറ്റീവ് റിയൽ. ഇതത് ഈഫ് ആൻഡ് ഓൺലി ഈഫ് ആണ്. സെറ്റ് നെഗറ്റീവ് റിയൽ ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് പൈ ആയി, ആംപ്ലിറ്റ്യൂഡ് പൈ ആണെങ്കിൽ നെഗറ്റീവ് റിയൽ ആയി. അതുപോലെ ആംപ്ലിറ്റ്യൂഡ് 0 ആയാൽ സെറ്റ് പോസിറ്റീവ് റിയൽ ആയി, പോസിറ്റീവ് റിയൽ ആയ ആംപ്ലിറ്റ്യൂഡ് 0 ആയി. ക്ലിയർ അല്ലേ? ഓക്കെ. അതേപോലെ ഈ തീറ്റ 0 ആയാൽ ആർഗ്യുമെന്റ് ഓഫ് 0, ദുനിയാവിൽ ഒറ്റ കോംപ്ലക്സ് നമ്പറേ ഉള്ളൂ ഡിഫൈൻഡ് അല്ല, ആർഗ്യുമെന്റ് ഡിഫൈൻഡ് അല്ല. ഇറ്റ് ഈസ് ആർഗ്യുമെന്റ് ഓഫ് 0 is not defined. Argument of 0 not defined. Modulus of 0 ഉണ്ട്, 0 ആണ്. Argument of 0 not defined ആണ്. ഓക്കെ. ഇനി ഈ പോയിന്റ് ഇവിടെ വെച്ചു, ഇവിടെ ആയാൽ ആർഗ്യുമെന്റ് എന്താവും? π/2 ആവും. അതായത് ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് π/2 ആയാൽ, ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് π/2 ആയാൽ കോംപ്ലക്സ് നമ്പർ ഇവിടെ കിടക്കും, ഇവിടെ കിടക്കും. π/2 ആയാൽ ഇവിടെ കിടക്കും, π/2 ഇവിടെ ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബി പ്യൂർലി ഇമാജിനറി. മുകളിലാണ് impositive imaginary part. It will be purely imaginary. Set this purely imaginary with positive imaginary part. Set this purely imaginary. Purely imaginary. With positive imaginary part. Very important. Positive imaginary part. But 2i. Amplitude in the 2 അല്ലേ? 2i പറയുന്നത് പ്യൂർലി ഇമാജിനറി ആണ്. 2 ആണ് എൻ്റെ പോസിറ്റീവ് ഇമാജിനറി പാർട്ട്. 2 പോസിറ്റീവ് ഇമാജിനറി പാർട്ട്. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? π/2. 3i, 4i, 100i, 2000i, ഇതൊക്കെ ആംപ്ലിറ്റ്യൂഡ് എന്താ? π/2. 2i, 3i, 4i, 100i, ഇതിൻ്റെയൊക്കെ ആർഗ്യുമെന്റ് എന്തായിരിക്കും? π/2. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അതാണല്ലോ പോസിറ്റീവ് പ്യൂർലി ഇമാജിനറി ആണെങ്കിൽ ഇവിടെ ഉണ്ടാവാം, ഇമാജിനറി ആക്സിസ് മുകളിൽ ഉണ്ടാവാം. മുകളിലാകുമ്പോൾ π/2 ആവും, താഴെയാണെങ്കിൽ 3π/2 ആവാം, അല്ലെങ്കിൽ -π/2 ആവാം. ഈ 3π/2 എടുക്കാൻ പാടില്ല, താഴെയാണ്. അപ്പൊ ഇവിടെ കോംപ്ലക്സ് വെച്ചു ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് അപ്പൊ ഇവിടെ ആയാൽ, അപ്പൊ ഇവിടെ കോംപ്ലക്സ് വെച്ചോളൂ. അപ്പൊ ഒന്നുകിൽ തീറ്റ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ തീറ്റ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്താൽ അത് പൈനേക്കാൾ കൂടും. നമ്മൾ പറയും തീറ്റയുടെ പൈൻ്റെയും -πൻ്റെയും ഇടയിലുള്ള ആർഗ്യുമെന്റിനെ, -πൻ്റെയും πൻ്റെയും ഇടയിലുള്ള ആർഗ്യുമെന്റ് we call it principal argument. That argument lying between -π and π, we call it principal argument. ഇവിടെ -π ക്ലോസ് ചെയ്യരുത്, ഇവിടെ π ക്ലോസ് ചെയ്യണം. അപ്പൊ -πൻ്റെയും +πൻ്റെയും ഇടയിൽ കിടക്കുന്ന ആർഗ്യുമെന്റ് we call it principal argument. -π ഓപ്പൺ, +π ക്ലോസ്ഡ്. അതുകൊണ്ട് ഈ ഇവിടെയാണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ നമ്മളിപ്പോൾ ആർഗ്യുമെന്റ് ഇങ്ങനെ എടുക്കാം, അത് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്താൽ 3π/2 വരും. അത് പൈനേക്കാൾ കൂടുതലാണ്. അപ്പൊ 3π/2 പൈനേക്കാൾ കൂടുതലായാൽ അതുകൊണ്ട് അത് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് അല്ല. വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആർഗ്യുമെന്റ് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ, അല്ല എവിടെയാണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ ആർഗ്യുമെന്റ് വിൽ ബി, വി ക്യാൻ കോൾ ഇറ്റ് ആസ് -π/2. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് -π/2 ആയാൽ എന്താ പറയാൻ പറ്റുക? സെറ്റ് ആണ്, സെറ്റ് പ്യൂർലി ഇമാജിനറി ആയിരിക്കും. Set is purely imaginary with negative imaginary part. അപ്പൊ ഇതൊന്ന് നമുക്ക് എന്തൊക്കെയാ മനസ്സിലായി? ആർഗ്യുമെന്റ് ഓഫ് 0 ഡിഫൈൻഡ് അല്ല. ആർഗ്യുമെന്റ് ഓഫ് 1, 2, 3, 4, 5 ഒക്കെ 0. ആർഗ്യുമെന്റ് ഓഫ് -1, -2, -3, -4 ഒക്കെ π. Argument of I, 2i, 3i, 4i, 5i, argument of the π/2 ആണ്. Argument of -i, -2i, -3i, -10i ഒക്കെ argument -π/2 ആണ്. It's not 3π/2, it is -π/2. Clear അല്ലേ? അങ്ങനെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോംപ്ലക്സ് നമ്പർ, ഇപ്പം ഒരു x + i ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അത് ഇവിടെ കിടക്കുകയാണെങ്കിൽ ഏതാ 0 ആവുക?
y 0 ആവും. ഇവിടെ കിടക്കുകയാണെങ്കിലോ x 0 ആവും. അപ്പോൾ x പ്ലസ് ഐ വൈയിൽ ഏതെങ്കിലും ഒരാൾ 0 ആയാൽ ഏതെങ്കിലും ഒരു ആക്സിസിൽ കിടക്കും. ഒന്നുകിൽ റിയൽ ആക്സിസിലായിരിക്കും അല്ലെങ്കിൽ ഇമാജിനറി ആക്സിസിലായിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈയിൽ y 0 ആയാൽ അത് റിയൽ ആക്സിസിന് മുകളിലായിരിക്കും, x 0 ആയാൽ അത് y ആക്സിസിന് മുകളിലായിരിക്കും അല്ലേ. അപ്പം റിയൽ ആക്സിസിന് മുകളിലാണെങ്കിൽ വലത്ത് ഭാഗത്താണെങ്കിൽ ആർഗ്യുമെന്റ് 0 ആയിരിക്കും, ഇടത്ത് ഭാഗത്താണെങ്കിൽ ആർഗ്യുമെന്റ് 180 ഡിഗ്രി ആയിരിക്കും അല്ലെങ്കിൽ പൈ റേഡിയൻസ് ആയിരിക്കും. പ്യൂർലി ഇമാജിനറി ആക്സിസിന് മുകളിലാണെങ്കിൽ x 0 ആയിരിക്കും, y മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം y പോസിറ്റീവ് ആണെങ്കിൽ മുകളിലായിരിക്കും, π/2 ആയിരിക്കും. y നെഗറ്റീവ് ആണെങ്കിൽ താഴെ ആയിരിക്കും, -π/2 ആയിരിക്കും. You don't say 3π/2, it is -π/2. What is the argument of 3i? π/2. What is the argument of -4i? -π/2. It is not 3π/2, it is -π/2. 3π/2 argument ആണ്, പക്ഷേ it is not principal argument. What is principal argument? That argument lying between -π and π. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിയാൽ ഉടനെ നമുക്ക് മോഡുലസും ആംപ്ലിറ്റ്യൂഡ് രണ്ട് ഘടകങ്ങളാണ്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് സാധനങ്ങളെ കൊണ്ട് ഒരു കോംപ്ലക്സ് നമ്പർ പൂർണ്ണമായിട്ടും നിർവചിക്കപ്പെടും. ഒന്ന് അതിൻ്റെ മോഡുലസ്, രണ്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഏത് കോംപ്ലക്സ് നമ്പറും ഈ രണ്ട് കാര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഏത് കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് ഈ രണ്ട് പാരാമീറ്ററിന്റെ ടേംസിൽ പറയാൻ പറ്റും. ഏത് രണ്ട് പാരാമീറ്റേഴ്സ്? മോഡുലസും ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അതിന് പറയുന്നവരാണ് മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം. You can express any complex number in the form a plus ib or x plus iy in modulus amplitude form. അതിനാണ് നമ്മൾ വേറെ വിധത്തിൽ പറയാം പോളാർ ഫോം. അപ്പം മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് എല്ലാ കോംപ്ലക്സ് നമ്പറിനും ഈ സാധനം ഉണ്ട്, മോഡുലസ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ മോഡുലസും ആംപ്ലിറ്റ്യൂഡിനെ കൊണ്ട് പൂർണ്ണമായിട്ടും ഒരു കോംപ്ലക്സ് നമ്പർ പൂർണ്ണമായിട്ടും നിർവചിക്കാൻ പറ്റും. അതുകൊണ്ട് എനി കോംപ്ലക്സ് നമ്പർ can be expressed in the polar form. Okay, polar form എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? How to represent that in the polar form? പോളാർ ഫോം റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയാണ്. How to represent in the polar form? പോളാർ ഫോം റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ്? നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടിച്ചോ, അപ്പം x പ്ലസ് ഐ വൈ ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഈ x പ്ലസ് ഐ വൈ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ എക്സോ വൈയോ ഏതെങ്കിലും ഒരാൾ, എക്സും വൈയും രണ്ടും 0 ആയാൽ മോഡുലസ് മാത്രമേ ഉള്ളൂ, ആംപ്ലിറ്റ്യൂഡ് ഇല്ല. എക്സ് 0 ആവാ, y 0 അല്ലാതിരിക്കാം, അല്ലെങ്കിൽ y 0 ആവാ, x 0 ആവാതിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആംപ്ലിറ്റ്യൂഡ് അറിയാം അല്ലേ? എന്താണ്? x 0 ആവാ, y 0 ആവാതിരുന്നാൽ അത് പ്യൂർലി ഇമാജിനറി ആണ്. ഒന്നുകിൽ π/2 ആയിരിക്കും അല്ലെങ്കിൽ -π/2 ആയിരിക്കും. ഇപ്പൊ 2i മോഡുലസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 ആണ്, 3i ആണെങ്കിൽ 3 ആണ്, 4i ആണെങ്കിൽ 4 ആണ്, -10i മോഡുലസ് 10 ആണ്. അപ്പൊ മോഡുലസ് കാണാൻ വിഷമല്ലേ? -10 ആംപ്ലിറ്റ്യൂഡ് എന്താ? -π/2. അപ്പം അതൊരു കാര്യമാണ്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ എക്സ് പ്ലസ് ഐ വൈ ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ, ഇതിനാണ് നമ്മൾ ആർ എന്ന് പറയും, ഇതിനാണ് നമ്മൾ തീറ്റ എന്ന് പറയും. തീറ്റ ഇസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. വി കൻ കോൾ ദിസ് ആസ്, ഇതെന്തായിരിക്കും? ആർ കോസ് തീറ്റ ആയിരിക്കും. ഇതോ ഈ ലെങ്ത് ആർ സൈൻ തീറ്റ ആയിരിക്കും. അപ്പൊ എക്സ് എന്താണ്? എക്സ് ആർ കോസ് തീറ്റയും വൈ ആർ സൈൻ തീറ്റയാണ്. വാട്ട് ഇസ് എക്സ് പ്ലസ് ഐ വൈ? കാരണം ഇതല്ല എക്സ്, ഇതാണ് വൈ. ഇത് ഐ വൈ ആണെങ്കിലും ഈ ലെങ്ത് വൈ ആണ്. ലെങ്ത് കനോട്ട് ബി ഇമാജിനറി. അപ്പൊ എക്സ് പ്ലസ് ഐ വൈ എന്തായിരിക്കും? എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു എന്തെഴുതാം? എക്സിന് പകരം ആർ കോസ് തീറ്റ, വൈക്ക് പകരം ആർ സൈൻ തീറ്റ. അതൊന്ന് ആറ് പുറത്തെടുക്കാം, ആർ ഇട്ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പൊ ഏത് കോംപ്ലക്സ് നമ്പറിനും നമുക്ക് ഇങ്ങനെ എഴുതാന്നാണ്. വി കോൾ ദിസ് ആസ് പോളാർ ഫോം. നമുക്ക് ഈ എക്സ് പ്ലസ് ഐ വൈനെ ഇത് എൻട്രൻസിന് ഇതും കൂടി പഠിക്കണം. എക്സ് പ്ലസ് ഐ വൈ കൻ ഓൾസോ ബി റിട്ടൺ ആസ്, എക്സ് പ്ലസ് ഐ വൈനെ നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം. എക്സ് പ്ലസ് ഐ വൈ കൻ ഓൾസോ ബി റിട്ടൺ ആസ് ആർ ഇൻറ്റു ഇ പവർ ഐ തീറ്റ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓയിലേഴ്സ് ഫോർമുല, ഓയിലേഴ്സ് റൂൾ. അപ്പം എനി കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ആർ is called the modulus of the complex number and theta is called the amplitude of the complex number. അപ്പം ഈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റന് പകരം ഇ റേസ് ടു ഐ തീറ്റ വെക്കാം.
e raised to I theta യുടെ എക്സ്പാൻഷനും കോസിന്റെ എക്സ്പാൻഷനും സൈനിന്റെ എക്സ്പാൻഷനും കൂടി ക്ലബ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇൻഫാക്ട് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഈസ് ഇ റേസ് ടു ഐ തീറ്റ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫോർമുലാസ് നിങ്ങൾ കയ്യിലുണ്ടാവാം. ഇനി ഞാൻ എല്ലാ കോംപ്ലക്സ് നമ്പറിനെയും പോളാർ ഫോമിൽ എഴുതാം. ഇതിനാണ് പോളാർ ഫോം എന്ന് പറയാം. അപ്പൊ എല്ലാ കോംപ്ലക്സ് നമ്പറിനും നമുക്ക് എന്തൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും? മോഡുലസും ആംപ്ലിറ്റ്യൂഡും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് 0 അല്ലെങ്കിൽ എല്ലാ കോംപ്ലക്സ് നമ്പറിനും മോഡുലസും ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ പറ്റും. 0 ആണെങ്കിൽ അതിന് ആംപ്ലിറ്റ്യൂഡ് ഇല്ല. ആംപ്ലിറ്റ്യൂഡ് ഓഫ് 0 is ആംപ്ലിറ്റ്യൂഡ് ഓഫ് 0 is not defined. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എക്സ് പ്ലസ് ഐ വൈ, ഈ എക്സ് ഇവിടെയാണെങ്കിലും മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് അറിയാം, ഇവിടെയാണെങ്കിലും മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് അറിയാം, ഇവിടെയാണെങ്കിലും അറിയാം, ഇവിടെയാണെങ്കിലും അറിയാം. ഇവിടെയാണെങ്കിൽ വൈ 0 ആയിരിക്കും, ഇവിടെയാണെങ്കിൽ വൈ 0 ആയിരിക്കും. ഇവിടെയാണെങ്കിൽ എക്സ് 0 ആയിരിക്കും, ഇവിടെയാണെങ്കിൽ എക്സ് 0 ആയിരിക്കും. അപ്പൊ എക്സോ വൈയോ ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പറിൽ ഏതെങ്കിലും ഒരാൾ, ഈ എക്സോ വൈയോ ഏതെങ്കിലും ഒരാൾ 0 ആണെങ്കിൽ ഈ പോയിന്റ് ഏതെങ്കിലും ഒരു ആക്സിസിൽ കിടക്കും. ഒന്നുകിൽ റിയൽ ആക്സിസിൽ കിടക്കും, അല്ലെങ്കിൽ ഇമാജിനറി ആക്സിസിൽ കിടക്കും. മനസ്സിലായോ? എക്സോ വൈയോ ഏതെങ്കിലും ഒന്ന്, എക്സും വൈയും രണ്ടും കൂടി 0 ആയാലോ ബിക്കംസ് ഓറിജിൻ. എക്സും 0 ആവുക, വൈയും 0 ആയാൽ ബിക്കംസ് ഓറിജിൻ. ഓറിജിനാണെങ്കിൽ അതിന് എന്തില്ല? ആംപ്ലിറ്റ്യൂഡ് ഇല്ല. മോഡുലസ് ഉണ്ട്, പക്ഷെ ആംപ്ലിറ്റ്യൂഡ് ഇല്ല. 0ന്റെ ആംപ്ലിറ്റ്യൂഡ് ഇല്ല. അതുകൊണ്ട് 0ന്റെ പോളാർ ഫോം നമ്മൾ ട്രൈ ചെയ്യാറില്ല. കാരണം എന്താ? there is no amplitude. The amplitude of 0 is not defined. Amplitude of modulus of 0 defined ആണ്, പക്ഷെ amplitude of 0 defined അല്ല. അതുകൊണ്ട് സീറോന്റെ പോളാർ ഫോം നമ്മൾ മെനക്കെടാറില്ല, നമ്മൾ ചെയ്യാറില്ല. അപ്പൊ നമുക്ക് അറിയാം 2ന്റെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം എങ്ങനെയാ പറയാ? 2 കാൽക്കുലേറ്റ് എങ്ങനെ? 2 നിങ്ങൾ എഴുതാം. 2 is equal to 2 into cos 0 plus I sin 0. 0 ആണ് 2ന്റെ ആംപ്ലിറ്റ്യൂഡ്. 3 into cos 0 plus I sin 0. 4 into cos 0 plus I sin 0. 5 into cos 0 plus I sin 0. സിമ്പിൾ അല്ലേ? ഇനി -5 ഇപ്പുറത്തല്ലേ? -5ന്റെ മോഡുലസ് എന്താ? 5. ആംപ്ലിറ്റ്യൂഡ് എന്താ? What is amplitude of -5? Amplitude of -5 is pi, 180 degrees. അപ്പോൾ -5 എങ്ങനെ പോളാർ ഫോമിൽ എഴുതാം? -5 is equal to എങ്ങനെ എഴുതാം? 5 into cos pi plus I sin pi. മനസ്സിലായോ? ബിക്കോസ് -5യുടെ ആംപ്ലിറ്റ്യൂഡ് പൈ ആണ് അല്ലേ? അതേപോലെ 5i എങ്ങനെ പോളാർ ഫോമിൽ എഴുതാം? 5i എവിടെ ഉണ്ടാവാം? ഇവിടെ ഉണ്ടാവും. എങ്ങനെ? 5i മോഡുലസ് എന്താ? 5യുടെ ആംപ്ലിറ്റ്യൂഡ് എന്താ? 180 അല്ല 90 ഡിഗ്രീസ്. ഇവിടെ അല്ലേ? 90 ഡിഗ്രി, π/2. അപ്പോൾ എങ്ങനെ 5i എഴുതാം? 5 into cos π/2 plus I sin. അപ്പോൾ നിങ്ങളൊന്ന് ഗെറ്റ് ചെയ്യൂ. 10iയുടെ പോളാർ ഫോം എങ്ങനെ എഴുതാം മക്കളെ? 10iയുടെ മോഡുലസ് 10. 10iയുടെ മോഡുലസ് 10. 10iയുടെ ആംപ്ലിറ്റ്യൂഡ് എന്താ? കോസ് ആംപ്ലിറ്റ്യൂഡ് π/2 ആണ്. but it's 10 into cos π/2 plus I sin π/2. അപ്പോൾ നിങ്ങൾ -3iന്റെ പോളാർ ഫോം എങ്ങനെ എഴുതാം? താഴെ ഇവിടെ -3i ഉണ്ടാവും. അപ്പോൾ -3യുടെ പോളാർ ഫോം എങ്ങനെ എഴുതാം? -3യുടെ മോഡുലസ് 3 into cos -π/2. cos π - π/2. കോസിന് മൈനസ് ബാധിക്കില്ല. cos -π/2. cos of -θ is cos θ minus I sin π/2. because sin of -π/2 is minus sin π/2. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സ് 0 ആവാ വൈ 0 അല്ലെങ്കിലും വൈ 0 എക്സ് 0 ആയാലും ഏതെങ്കിലും ഒരു ആക്സിസിന് മുകളിൽ കിടക്കും. അപ്പോഴും നമുക്ക് പോളാർ ഫോം തീർച്ചയായിട്ടും കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പം നമ്മൾ പറയും എക്സും വൈയും 0 അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ how to find the amplitude of the complex number if amplitude എന്തായാലും മോഡുലസ് എവിടെയായാലും നമുക്ക് മോഡുലസ് കാണാൻ അറിയാം. √(x² + y² ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ്? x + iy എന്നുള്ള കോംപ്ലക്സ് നമ്പറിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് കാണും? എക്സും വൈയും 0 അല്ലെങ്കിൽ എന്തായാലും എവിടെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക? ഒരിക്കലും ഒരു ക്വാഡ്രന്റിൽ ഏതെങ്കിലും ഒരു ആക്സിസിന് മുകളിൽ കിടക്കില്ല. എക്സും വൈയും 0 അല്ലെങ്കിൽ എവിടെയാണ് കിടക്കുക? ഈ എക്സ് ആക്സിന് മുകളിലും കിടക്കില്ല, ഇമാജിനറി ആക്സിന് മുകളിലും കിടക്കില്ല. അപ്പോൾ എക്സും വൈയും 0 അല്ലെങ്കിൽ എവിടെയാണ് കിടക്കുക? ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിലാണ് കിടക്കുക. It will lie if x is not equal to 0, y is not equal to 0, it will lie in any one of the quadrants. എത്ര quadrants ഉണ്ട്? First quadrant,
സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. എപ്പോഴാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുക? രണ്ടും പോസിറ്റീവ് ആണ്. എക്സും പോസിറ്റീവ് ആവാം, വൈയും പോസിറ്റീവ്. എപ്പോഴാണ് ഇവിടെ കിടക്കുക? തേർഡ് ക്വാഡ്രന്റിൽ എപ്പോഴാണ് കിടക്കുക? രണ്ടും നെഗറ്റീവ് ആവും. എപ്പോഴാണ് ഇവിടെ കിടക്കുക? എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. എപ്പോഴും ഇവിടെ കിടക്കുക? എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ് ആവും, അല്ലേ? അപ്പൊ എക്സിന്റെയും വൈന്റെയും ചിഹ്നം നോക്കിയിട്ട് ആ പോയിന്റ് എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാവും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു ട്രിക്ക് ഉപയോഗിക്കണം. ഹൗ ടു ഫൈൻഡ് ഇഫ് എക്സ് ഇസ് നോട്ട് ഇൻ 0, ഇറ്റ് വിൽ ലൈ ഇൻ എനി വൺ ഓഫ് ദ ക്വാഡ്രന്റ്സ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആംപ്ലിറ്റ്യൂഡ് കാണും? ഹൗ ടു റൈറ്റ് ദിസ്, ഹൗ ടു റൈറ്റ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ ദ പോളാർ, അല്ല ഇതിലെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക? എക്സും വൈയും 0 അല്ലെങ്കിൽ എന്താ ചെയ്യാം? 3 പ്രൊസീജിയേഴ്സ്. ഹൗ ടു ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ്. To find the amplitude of Z. If x is not 0, y is not 0. X-ഉം y-യും 0 അല്ലെങ്കിൽ എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കാണുക? To write that in the polar form. എന്താ നമ്മൾ ചെയ്യാം? ആദ്യം എന്താ വെച്ചാൽ 3 പ്രൊസീജിയേഴ്സ് ആണ്, 3 പരിപാടികളാണ്. ഒന്ന്, ആദ്യം തന്നെ തീറ്റയുടെ വാല്യൂ ആണ്. തീറ്റ ഈക്വൽസ് tan ഇൻവേഴ്സ് മോഡ് y by x. അത് ചെയ്യാം. 2, അതായത് നെഗറ്റീവും പോസിറ്റീവിനെയും ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് ആക്കിയിട്ട് ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ് ആണ്. അതായത് വൈ എന്താ? ഇമാജിനറി പാർട്ടും ബൈ റിയൽ പാർട്ട് എഴുതിയിട്ട് അതിന്റെ പോസിറ്റീവ് വാല്യൂ എടുക്കുക. അതിന്റെ ടാൻ ഇൻവേഴ്സ് ഉണ്ട്. നെഗറ്റീവ് പോസിറ്റീവ് മാറ്റുക, അത്രേ ഉദ്ദേശിക്കുള്ളൂ. ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സിന്റെ തീറ്റ, അതാണ് തീറ്റ എടുക്കുക. എന്ത് ചെയ്യാം? ഏത് ക്വാഡ്രന്റിൽ കിടക്കും ചെക്ക് ചെയ്യാം. Which quadrant Z lies? Which quadrant Z lies? എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. എവിടെ കിടക്കുന്നത് എങ്ങനെയാണ് നോക്കുക? എക്സും വൈയും പോസിറ്റീവ് ആണെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുക. എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ കിടക്കും. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ തേർഡ് ക്വാഡ്രന്റിൽ കിടക്കും. എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആണെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിൽ കിടക്കും. അപ്പോൾ എക്സിന്റെയും വൈന്റെയും ചിഹ്നം നോക്കിയിട്ട് ഏത് ക്വാഡ്രന്റിൽ കിടക്കണമെന്ന് ചെക്ക് ചെയ്യും. എന്നിട്ടോ മൂന്നാമത്തെ പരിപാടി എന്താ? ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ ഉണ്ട്. ഇറ്റ് ഇസ് തീറ്റ itself. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഇതാണ്. ഇറ്റ് ഇസ് പൈ മൈനസ് തീറ്റ. ഈ ആംഗിളാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ പൈയിൽ നിന്ന് തീറ്റ സബ്ട്രാക്ട് ചെയ്യാം. പൈ മൈനസ് തീറ്റ. ഈ ആംഗിളാണ്. ഫുൾ ആംഗിളിൽ തീറ്റ സബ്ട്രാക്ട് ചെയ്യും. തേർഡ് ക്വാഡ്രന്റ് എന്താ? തേർഡ് ക്വാഡ്രന്റിലാണെങ്കിലോ, തേർഡ് ക്വാഡ്രന്റ് ഇങ്ങനെയാണ്. അപ്പൊ ഈ ആംഗിൾ എടുക്കുന്ന പകരം ഈ ആംഗിൾ എടുക്കുക. എന്തുകൊണ്ടാണ് ഈ ആംഗിൾ എടുക്കുന്നത്? ടു മേക്ക് ഇറ്റ് പ്രിൻസിപ്പിൾ ആവും. ഇതാണ് തീറ്റ. അപ്പൊ മൈനസ് പൈ മൈനസ് മൈനസ് തീറ്റ. ഇറ്റ് ഇസ് മൈനസ് പൈ പ്ലസ് തീറ്റ. ഫോർത്തിലാണെങ്കിലോ, ഫോർത്തിലാണെങ്കിൽ ഇവിടെയാണ് മൈനസ് തീറ്റ. അപ്പം ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് കാണുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് നോക്കുക. പിന്നെ രണ്ടാമത് എന്താ? ഏത് ക്വാഡ്രന്റിൽ കിടക്കണം നോക്കുക. മൂന്നാമത് എന്താ? അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ഇങ്ങനെ തീറ്റ തന്നെ, സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ പൈ മൈനസ് തീറ്റ, തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് പൈ പ്ലസ് തീറ്റ, ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് തീറ്റ. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ഞാൻ തരും. അത് നിങ്ങൾ പോളാർ ഫോമിൽ എഴുതുക, ഓയിലേഴ്സ് ഫോമിലും എഴുതുക. വളരെ വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഇത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രാരംഭമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഗിവൺ എ കോംപ്ലക്സ് നമ്പർ, ഹൗ ടു എക്സ്പ്രസ് ദാറ്റ് ഇൻ ദ പോളാർ ഫോം, ഹൗ ടു എക്സ്പ്രസ് ദാറ്റ് ഇൻ ദ യൂസിങ് ഓയിലേഴ്സ് ഫോമുല. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതിന്റെ മോഡുലസും ആംപ്ലിറ്റ്യൂഡും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു ചെറിയൊരു കോംപ്ലക്സ് നമ്പർ 1 + i. ഒന്നാമത്തെ ചോദ്യം 1 + i. അതിന്റെ പോളാർ ഫോമിൽ എഴുതാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. 1 + i. ആദ്യം എന്താ? 3 പ്രൊസീജിയേഴ്സ് ആണ്. What are the procedures? ആദ്യം ആ പ്രൊസീജിയർ ശ്രദ്ധിക്കുക കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ പ്രൊസീജിയർ എന്താ? ആദ്യം തീറ്റ. What is theta? Tan inverse mod y by x. Tan inverse 1 is pi by 4. ഇനി രണ്ടാമത്, ഏത് ക്വാഡ്രന്റിലാണ് ഇത് കിടക്കുക? ഇവിടെ എക്സും വൈയും പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ്. ഇറ്റ് ഇസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. തേർഡ് എന്താ? ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റയാണ് ആർഗ്യുമെന്റ്. But therefore argument of z is
Argument of 1 plus I is pi by 4 itself. How to write that in the polar form? It is 1 plus I is equal to R in the root 2 into root of 1 square plus 1 square. X1 y 1 ആണ്. Root of x square plus y square ആണ് modulus. It is root of 1 square plus 1 square is root 2. Root 2 into cos pi by 4 plus I sin pi by 4. അതാണ് നമ്മൾ എന്താ എഴുതുന്നത്? root 2 into e raised to I pi by 4. This is 1 plus I. Okay. ഇനി ഞാൻ ചോദിക്കുകയാണ് 1 minus I. അല്ലെങ്കിൽ minus 1. It is minus 1 minus I. Simple question ആണത്. Minus 1 minus I. ഒരു ചെറിയ വ്യത്യാസമല്ലോ അതാ. Minus 1 minus I. അപ്പോൾ ഇവിടെ what is theta of this? What is modulus of this? Modulus കാണാൻ എല്ലാവർക്കും അറിയാം. എന്താണ്? Root of minus 1 square plus minus 1 square. ഇത് root 2. Root 2 ആണ് എൻ്റെ modulus. Modulus is root 2. ഇനി ആംപ്ലിറ്റ്യൂഡ് കാണുക. What is amplitude? Theta equals tan inverse mod y by x. അപ്പോൾ പോസിറ്റീവ് വാല്യൂ എടുത്താൽ 1 ആണ്. What is theta? Theta pi by 4. ഇനി ഏത് ക്വാഡ്രന്റിലാണ് ഇത് കിടക്കുക? minus 1 minus I. Which quadrant it lies? minus 1 minus I ഏതാ quadrant? Third quadrant. Third quadrant, it is lying in the third quadrant. Third quadrant ആണെങ്കിൽ what is argument? For argument of minus 1 minus I is equal to എവിടെ argument ഉണ്ടാവുക? minus pi plus theta. It is minus pi plus theta. What is argument? Minus pi plus pi by 4. Answer is 3 pi by 4. What is polar form? Minus 1 minus I. നമുക്ക് എങ്ങനെ എഴുതാം? root 2 into cos. This is minus 3 pi by 4. അല്ലേ? Cos of 3 pi by 4. Cos of minus theta cos it in minus I sin 3 pi by 4. Or you can write root 2 into e raised to what is amplitude? Minus 3 pi by 4 ആണ്. What is e raised to minus I 3 pi by 4. This is minus 1 minus. അപ്പോൾ ഞാൻ രണ്ട് ചോദ്യം കൂടി ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ കൂടി പറയട്ടെ. What is amplitude of minus root 3 plus I? എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ അതിലെ ആംപ്ലിറ്റ്യൂഡ് കാണും. What is theta? Modulus നിങ്ങൾക്ക് അറിയാം. root of root 3 square plus 1 square. It is 2. Minus root 3 plus I യുടെ modulus എന്താ? അല്ല, theta എന്താ? Theta is tan inverse, positive ഇടുന്നത് tan inverse mod y by x. Tan inverse 1 by root 3. Mod y by x ആണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് എഴുതണം. അപ്പോൾ theta equals tan inverse 1 by root 3 ആണ്. What is tan inverse root 3? Pi by 6. Theta equals pi by 6. ഇനി ഏതാ ഇത് ക്വാഡ്രന്റ്? രണ്ടാമത് ഇത് ക്വാഡ്രന്റ് അത് മൈനസ് റൂട്ട് 3 പ്ലസ് I. മൈനസ് റൂട്ട് 3 എക്സ് നെഗറ്റീവ് y പോസിറ്റീവ്. ഇറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഏതാ ആർഗ്യുമെന്റ്? ഇറ്റ് ഇസ് പൈ മൈനസ് തീറ്റ. ഇറ്റ് ഇസ് പൈ മൈനസ് പൈ ബൈ 6. വാട്ട് ഇസ് ആർഗ്യുമെന്റ്? ഇറ്റ് ഇസ് ആർഗ്യുമെന്റ് ഓഫ് minus root 3, argument of minus root 3 plus I is equal to minus pi, second quadrant alle, pi minus pi by 6. What is pi minus pi by 6? 5 pi by 6. Padana. So you can write this in the polar form like this. Root 3 plus I can be written in the polar form as 2 into cos 5 pi by 6 plus I sin 5 pi by 6. Or you can write in the Euler form as 2 into e raised to I 5 pi by 6. അപ്പം ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിയാൽ അത് പോളാർ ഫോമിലും ഓയിലർ ഫോമിലും പെട്ടെന്ന് എഴുതാൻ പഠിച്ചിരിക്കണം.
That's very important. Okay. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. 1 minus I by √3 plus I വാല്യൂ എന്താണ്? അപ്പൊ ഇവിടെ ഈ ചോദ്യം നോക്കുമ്പോൾ നമ്മളൊരു പ്രധാന കാര്യം പഠിക്കാൻ പോകണം. എന്താ വെച്ചാൽ രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നാൽ ഇപ്പൊ Z1 ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് ചോദിച്ചു. ഇത് R1 e⁻I⁵1 ആണ് ചോദിച്ചു. Z2 വേറൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ഇറ്റ് ഇസ് R2 e⁻I⁵2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? Z1ന്റെ മോഡുലസ് ആണ് R1, ആംപ്ലിറ്റ്യൂഡ് ആണ് θ1. Z2ന്റെ മോഡുലസ് ആണ് R2, ആംപ്ലിറ്റ്യൂഡ് ആണ് θ2. അപ്പോൾ വാട്ട് വിൽ ബി ദ മോഡുലസ് ഓഫ് വാട്ട് ഇസ് Z1 into Z2? രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? R1 R2 into e⁻I⁵1 into e⁻I⁵2 is e⁻I into e⁻m into e⁻m plus n അല്ലേ? അപ്പോൾ e⁻I⁵1 into e⁻I⁵2 is e⁻I⁵1 plus θ2. ഇതിൽ നിന്ന് രണ്ട് കാര്യം കിട്ടും. മോഡുലസ് ഓഫ് Z1 Z2 എന്താ? R1 R2. What is R1? Modulus of Z1. And R2 is modulus of Z2. Don't. Any. What is amplitude of Z1 Z2? Amplitude of Z1 Z2 is this amplitude of Z1 plus amplitude of Z2. അപ്പോൾ കോംപ്ലക്സ് നമ്പർ അപ്പോൾ ഇതിന്ന് എന്ത് കിട്ടും അറിയോ? ഇതിന്ന് എന്ത് കിട്ടും? You can also say that what is modulus of Z1 Z2 Z3? Modulus of Z1 into modulus of Z2 into modulus of Z3. What is modulus of Z raised to n? It is mod Z raised to n. ഇങ്ങനെയും പറയാം. അതുപോലെ what is amplitude of Z raised to n? It is n into amplitude of Z. ഈ രണ്ട് കാര്യങ്ങൾ ആർക്ക് എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ആംപ്ലിറ്റ്യൂഡ് ആഡപ്പ് ആവും, മോഡുലസ് മൾട്ടിപ്ലൈ ആവും. ഇനി ഇതേ കോംപ്ലക്സ് നമ്പറിനെ Z1 by Z2 വെച്ചു. സപ്പോസ് ഇറ്റ് Z1 by Z2. Z1 by Z2. Z1 by Z2 ആണ് എന്താ വരിക മക്കളെ? Z1 by Z2 ആണ് എന്താ വരിക? R1 by R2 into e⁻I⁵1 by e⁻I⁵2 വരും. It is e⁻I into θ1 minus θ2. ഇതിന്റെ അർത്ഥം എന്താ? Z1 Z2ന്റെ മോഡുലസ് ആണ് R1 by R2, ആംപ്ലിറ്റ്യൂഡ് ആണ് θ1 minus θ2. അപ്പോൾ what is modulus of Z1 by Z2? It is modulus of Z1 divided by modulus of Z2. And what is amplitude of Z1 by Z2? Amplitude of Z1 by Z2 is amplitude of Z1 minus amplitude of Z2. അപ്പം രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ആംപ്ലിറ്റ്യൂഡ് വിൽ ഗെറ്റ് ആഡഡ്. രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്താൽ ആംപ്ലിറ്റ്യൂഡ് വിൽ ഗെറ്റ് സബ്ട്രാക്റ്റഡ്. ഓക്കെ. അപ്പോൾ ആ റിസൾട്ട്, അതായത് ഈ മൂന്ന് റിസൾട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് മൂന്ന് റിസൾട്ട് ഇത് ഒന്ന് നമ്പർ 1, പിന്നെ ദിസ് ഇസ് നമ്പർ 2. ഇത് രണ്ടൊക്കെ ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. ഇത് പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ ഇത്. അപ്പൊ ഇത്രയും ബോക്സുകൾ മനസ്സിലുണ്ടാവും. എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ the modulus will get multiplied. രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്താൽ the modulus will get divided. രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് വിൽ ഗെറ്റ് ആഡഡ്. ഡിവൈഡ് ചെയ്താൽ ആംപ്ലിറ്റ്യൂഡ് വിൽ ഗെറ്റ് സബ്ട്രാക്ട്. വളരെ സിമ്പിൾ ഐഡിയ ആണ്, പക്ഷേ അത് നല്ല ഒരുപാട് തരത്തിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മോഡുലസ് എടുക്കാം. ആദ്യം ഇതിന്റെ മോഡുലസ് കാണാം, പിന്നെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കാണും അല്ലേ? അപ്പോൾ ഇതിന്റെ മോഡുലസ് എന്താ മക്കളെ? ഇതിന്റെ മോഡുലസ് എന്താ? ന്യൂമറേറ്ററിന്റെ മോഡുലസ് ഡിവൈഡ് ബൈ താഴത്തിന്റെ മോഡുലസ്. വാട്ട് ഇസ് ദ മോഡുലസ് ഓഫ് ദ ന്യൂമറേറ്റർ? 1 plus I-യുടെ മോഡുലസ് എന്താ? 1 plus I-യുടെ മോഡുലസ് 1 minus I, 1 minus I അല്ലേ? This is 1 minus I. 1 minus I-യുടെ മോഡുലസ് ആണ്. This is 1 minus I. 1 minus I-യുടെ മോഡുലസ്. 1 minus I-യുടെ മോഡുലസ് എന്താ? √2 ആണ്. ഇതിന്റെ മോഡുലസ് എന്താ? 2 ആണ്. അപ്പോൾ what is the modulus of the numerator? √2 divided by modulus of denominator 2. What is modulus? It is 1 by √2.
1 by root 2 ആണ് മോഡുലസ്. 1 by root 2 മോഡുലസ് ഉള്ളത് എയും ഉണ്ട് സിയും ഉണ്ട്. എയും സിയും ഉണ്ട്. അപ്പോൾ എയോ സിയോ ആവാം. നോക്കാം, എയോ സിയോ ആവാം. ഒരിക്കലും ബി ആവില്ല. അപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി, എ ആവാം അല്ലെങ്കിൽ സി ആവാം. ഇനി ആംപ്ലിറ്റ്യൂഡ് കാണണം. ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കണ്ടാൽ ന്യൂമറേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മൈനസ് ഡിനോമിനേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇത് ന്യൂമറേറ്റർ ആംപ്ലിറ്റ്യൂഡ് നോക്കുന്നത് ഭംഗിയിൽ കിട്ടും. 1 മൈനസ് ഐയുടെ ആംപ്ലിറ്റ്യൂഡ് എന്താ? 1 മൈനസ് ഐയുടെ ആംപ്ലിറ്റ്യൂഡ്. നന്നായി ശ്രദ്ധിക്കാം. 1 മൈനസ് ഐ ആംപ്ലിറ്റ്യൂഡ്. 1 മൈനസ് ഐ ആംപ്ലിറ്റ്യൂഡ് എന്താ? ടാൻ ഇൻവേഴ്സ് 1 ആണ്. 5/4 ആണ്. പിന്നെ ഇത് ഏതാ ക്വാഡ്രന്റ്? 1 മൈനസ് ഐ. എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് 5/2 ആണ്. അല്ല, അതെ, മൈനസ് 5/4 ആണ്. ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അപ്പോൾ മൈനസ് 5/4. അപ്പോൾ ന്യൂമറേറ്ററിന്റെ ആർഗ്യുമെന്റ് ഇതാ. ഇറ്റ് ഇസ് ആർഗ്യുമെന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഇസ് ആർഗ്യുമെന്റ് ഓഫ് 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ √3 പ്ലസ് ഐ. എന്താണ്? ആർഗ്യുമെന്റ് ഓഫ് 1 മൈനസ് ഐ മൈനസ് ആർഗ്യുമെന്റ് ഓഫ് √3 പ്ലസ് ഐ. റൈറ്റ്? Now, what is argument of 1 minus I? ഇത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ മൈനസ് 5/4 ആണ്. ഇത് മൈനസ് 5/4 ആണ്. മൈനസ് ഇത് √3 പ്ലസ് ഐ. √3 പ്ലസ് ഐ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ടാൻ ഇൻവേഴ്സ് 1/√3 ആണ്. അപ്പോൾ തീറ്റ തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് 1/√3 എന്താ? 5/6. That is 5/6. ഇതാണ് ഉത്തരം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 LC എടുത്തൂടെ? 12 LC എടുക്കാം. അപ്പം മൈനസ് 3π minus 2. What's the answer? Minus 5π/2. അതിന്റെ മോഡുലസ് 1/√2 ആണ്. മൈനസ് 5π/2 ആണ് ആർഗ്യുമെന്റ്. ആൻസർ ഇസ് ഓപ്ഷൻ സി. മനസ്സിലായോ? But that is how you use this idea. അപ്പോൾ ഈ ഐഡിയ ശ്രദ്ധിക്കുക. ആർഗ്യുമെന്റ് ഓഫ് Z1 Z2 is ആർഗ്യുമെന്റ് ഓഫ് Z1 in plus ആർഗ്യുമെന്റ് ഓഫ് Z2. ആർഗ്യുമെന്റ് ഓഫ് Z1 by Z2 is ആർഗ്യുമെന്റ് ഓഫ് Z1 minus ആർഗ്യുമെന്റ് ഓഫ് Z2. ഇനി ആ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ക്യൂബ് റൂട്ട്സ് ഓഫ് 1. എങ്ങനെയാണ് നമ്മൾ ക്യൂബ് റൂട്ട്സ് ഓഫ് 1 ചെയ്യുക? ഹൗ ടു ഫൈൻഡ് ദ ക്യൂബ് റൂട്ട്സ് ഓഫ് 1. ഈ ക്യൂബ് റൂട്ട്സ് ഓഫ് 1 ഒരുവിധ എല്ലാ എക്സാമിനേഷനും വിൽ പ്ലേ എ റോൾ. ക്യൂബ് റൂട്ട്സ് ഓഫ് 1. അപ്പം ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ 1 ω² ആണെന്ന്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, x³ = 1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 1⁻⁴ ആയിരിക്കും. ഇതിനാണ് നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് പറയാം. എന്ന് വെച്ചാൽ x³ = 1ന്റെ റൂട്ട്സ് ആണ് ക്യൂബ് റൂട്ട് ഓഫ് 1. x³ - x³ = 1 നമുക്ക് എന്ത് പറയാം? It is x³ - 1 = 0 പറയാം. x³ - 1 = 0 നമുക്ക് എന്ത് പറയാം? It is x - 1 into x² + x + 1 = 0 എന്ന് പറയാം. ഇതെങ്ങനെയാ പറയുന്നത് അറിയോ? a³ - b³. എന്താ ഫോർമുല? a³ - b³ is, ഈ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. a³ - b³ is a - b into a² plus ab plus b². അതിവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ x³ - 1 is x³ - 1 can be written as x - 1 into x² plus x plus 1. അപ്പം x - 1 into x² plus x plus 1 = 0 can be written as x - 1 = 0. Number 1. x² plus x plus 1 = 0. Ready അല്ലേ? എന്ന് വെച്ചാൽ x = 1, ഒരു റൂട്ട് 1 ആണ്. x = 1 and x equals, ഇത് സിംപ്ലിഫൈ x² plus x plus 1 സിംപ്ലിഫൈ അല്ല, സോൾവ് ചെയ്യാം. ഒരു ക്വാഡ്രാറ്റിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ax² plus bx plus c ആണെങ്കിൽ what are the roots? x equals - b plus or minus √b² - 4ac by 2a ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? -b പ്ലസ് ഓർ മൈനസ് √b² - 4ac by 2a.
എയുടെ വാല്യൂ ഇവിടെ 1 ആണ്, ബി 1 ആണ്, സിയും 1 ആണ്. അപ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഫോമുല ഉപയോഗിക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് ഇത് 1 - 4 -3 ആവും. -3 നമുക്ക് √3 ഇൻറ്റു -1. വാട്ട് ഇസ് റൂട്ട് ഓഫ് -1? I. ഞാൻ പറഞ്ഞായിരുന്നു റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരുന്ന സമയത്തൊക്കെ I കൈകാര്യം ചെയ്യും. ബൈ 2. അതായത് the roots of x³ - 1 = 0 is ഒരു റൂട്ട് 1, മറ്റേ റൂട്ട് എന്താ? -1. ഈ സാധനം ഞാൻ വൃത്തിയിൽ എഴുതാണ്. -1 പ്ലസ് √3 by 2i. -1 പ്ലസ് √3i by 2. അടുത്ത പോയിന്റ് -1 മൈനസ് √3i by 2 ആണ്. ഇതാണ് 3 കോംപ്ലക്സ് നമ്പേഴ്സ്. അല്ല, 2 കോംപ്ലക്സ് നമ്പറും ഒരു റിയൽ നമ്പറാണ്. അതായത് x³ - 1 = 0ന് 3 റൂട്ട്സ് ആണ്. അതിൽ ഒരു റൂട്ട് 1 ആണ്, മറ്റേ 2 റൂട്ട്സ് -1 പ്ലസ് √3i by 2. ഇത് കണ്ടോ, കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആണ്. -1 പ്ലസ് √3i by 2, -1 മൈനസ് √3i. അപ്പോൾ ഇതാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റ്. ഇതിന് ഞാൻ വിളിക്കുന്ന പേരാണ്, we call this as 1, we call this as omega and this as omega square. ഇതിന് ഞാൻ ഒമേഗ ഇട്ടാൽ ഇത് സ്ക്വയർ ചെയ്താൽ ഇത് കിട്ടും. അത് അതിൻ്റെ പ്രൂഫ് ഞാൻ വേറെ പറയാം. ഇതിന് ഞാൻ ഒമേഗ, ഇതിന് കെ വിചാരിച്ചാൽ ഇത് കെ സ്ക്വയർ വരാം. അപ്പം 1 ഒമേഗ സ്ക്വയർ ആണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റ്. എന്തുകൊണ്ടാണ് അവിടെ ഒമേഗ സ്ക്വയർ ഇടാൻ തോന്നിയത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇങ്ങനെ വിചാരിക്കാം. ഇത് ഞാൻ കെ വിചാരിക്കുകയാണെങ്കിൽ ഇത് സ്ക്വയർ ചെയ്താൽ ഇത് കിട്ടും. സ്ക്വയർ ചെയ്ത് നോക്കൂ, സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ, സ്ക്വയർ ചെയ്ത് നോക്കൂ, ഇത് കിട്ടും. അപ്പം ഇതിനെ ഒമേഗ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് ഒമേഗ സ്ക്വയർ ആണ്. അപ്പം 1 ഒമേഗ സ്ക്വയർ ആണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റ്. ഇതിൽ ഒമേഗ എന്താണ്? -1 പ്ലസ് I√3 by 2 ആണ്. ഒമേഗ സ്ക്വയർ ഇസ് -1 മൈനസ് I√3 by 2 ആണ്. ഇതിന് കുറേ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒമേഗേനെ ഇനി മുതൽ നമുക്ക് ഇത് എഴുതിയിരിക്കാം. വാട്ട് ഇസ് ഒമേഗ? -1 പ്ലസ് I√3 by 2. And omega square is, anything ഒന്ന് പഠിച്ചാൽ മതി. Omega is -1 plus I√3 by 2. Of course, omega square is -1 minus I√3. ഇത് തിരിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഒമേഗ -1 plus I√3 by 2 പകരം ഒമേഗ സ്ക്വയർ -1 plus I√3 by 2 പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ അതാണ് നമ്മൾ പറയാറുള്ളത് ഒമേഗ ഈക്വൽസ് -1 plus I√3 by 2 ആണ്. അപ്പോൾ ഒമേഗ സ്ക്വയർ -1 minus I√3 by 2. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് 1 ഒമേഗ. ഇത് കുറച്ച് പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് ആണ് ഇതിനെ ഇമ്പോർട്ടൻ്റ് ആകണം. പ്രോപ്പർട്ടീസ് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ വെച്ചാൽ ഈ ഒമേഗ റേസ് ടു 3 ഒമേഗനെ 3 പവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 ആണ്. യു ഗെറ്റ് ഒമേഗ ക്യൂബ് ഈക്വൽസ് 1. ഇത് ഞാൻ ക്യൂബ് ചെയ്യാം, ഈ സാധനത്തിനെ ക്യൂബ് ചെയ്യാം. A+B ഹോൾ ക്യൂബ് വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അതിന് കാരണം ഞാൻ പറയാം. അതിന് കാരണം അതെങ്ങനെയാണ് സ്പീഡിൽ ക്യൂബ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പറയാം. പ്രോപ്പർട്ടീസ്. അപ്പോൾ ഒമേഗ ക്യൂബ് 1 ആണ്. അപ്പോൾ ഒമേഗ ക്യൂബ് 1 ആണ്. ഒമേഗ റേസ് ടു എനി പവർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 is also 1. അപ്പോൾ ഒമേഗ റേസ് ടു 3 1 ആണ്. ഒമേഗ റേസ് ടു 6 1 ആണ്. ഒമേഗ റേസ് ടു 9 12 15 ഒക്കെ 1 ആണ്. അപ്പോൾ ജനറലി നമുക്കിത് പറയാം omega raised to any power which is a multiple of 3 is 1. This is point number 1. Point number 2. നോക്കൂ, ഇത് 3 കൂട്ടിയാൽ എന്താ കിട്ടുക? ഇത് 3 കൂട്ടിയാൽ √3i by 2 minus √3i by 2 വെട്ടിപ്പോകും. ഇവിടെ -1 by 2 -1 by 2 1 കൂടി കൂട്ടിയാൽ 0. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. എന്താണ്? 1 പ്ലസ് ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? 0 ആണ്. അപ്പോൾ അതിൽ നിന്ന് 3-4 ഐഡിയാസ് കിട്ടും. What is 1 plus omega? From this we can say, what is 1 plus omega? Minus omega square ആണ്. 1 plus omega square എന്താണ്? Minus omega ആണ്. What is omega plus omega square? ഒക്കെ ഒരേ സാധനം തന്നെയാണ്, വേറെ വേറെ രീതിയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ 1 plus omega plus omega square വാല്യൂ 0. അപ്പോൾ കാണുമ്പോൾ ആകെ 2 റിസൾട്ട്സേ ഉള്ളൂ.
ഇനി അതൊന്ന് റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് മൊത്തം പറയാം. ഒന്നാമത്തെ റിസൾട്ട്, ഈ രണ്ട് റിസൾട്ട് ബേസിക് റിസൾട്ട്സ്. പിന്നെ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന വരുന്ന റിസൾട്ട് കൂടി പറയാം. നോക്കൂ, ഒമേഗയുടെ വാല്യൂ -1/1 പ്ലസ് I√3/2 അല്ലേ? അതിന്റെ മോഡുലസ് എന്താ? വാട്ട് ഇസ് ദ മോഡുലസ് ഓഫ് ഒമേഗ? മോളത്തിന്റെ മോഡുലസ്. അപ്പൊ താഴത്തെ മോഡുലസ്, മോളത്തിന്റെ മോഡുലസ് എന്താ? 2 ആണ്. താഴത്തിന്റെ മോഡുലസും 2 ആണ്. അപ്പൊ 2/2. ഒമേഗയുടെ മോഡുലസ് 1. ഒമേഗയുടെ മോഡുലസ് 1 ആണ്. ഒമേഗ സ്ക്വയറിന്റെ മോഡുലസും 1 ആണ്. അപ്പം ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയുടെ എല്ലാറ്റിന്റെയും മോഡുലസ് സെയിം ആണ്. ഇനി വാട്ട് ആർ ദ ആംപ്ലിറ്റ്യൂഡ്സ്? വാട്ട് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഒമേഗ? What is argument of omega? Amplitude of omega. Amplitude of omega is amplitude of the numerator by amplitude of the denominator. It is amplitude of -1 plus I√3/2. I√3 minus amplitude of 2. Amplitude of 2 0 ആണ്. അപ്പോൾ ഇത് നോക്കിയാൽ വേണം. Minus. What is amplitude of -I√3? -1 plus I√3. ആദ്യം എന്ത് ചെയ്യണം? ഈ കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാർട്ടറിനാണെന്ന് വിചാരിക്കുക. tan theta ആണ്. Tan inverse mod y by x. അപ്പോൾ tan inverse mod y by x പറഞ്ഞാൽ √3 വരും. അപ്പോൾ tan inverse mod y by x √3 ആണെങ്കിൽ തീറ്റ എന്താ? π/3 ആണ് അല്ലെ? π/3 ആണ്. തീറ്റ π/3 ആണ്. ഇത് ഏതാ ക്വാഡ്രന്റ്? -1 പ്ലസ് I√3 ഏതാ ക്വാഡ്രന്റ് മക്കളെ? സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ π മൈനസ് തീറ്റ ആണ്. അപ്പോൾ π മൈനസ് π/3. So this is 2π/3. The argument of omega is 2π/3. അത് കാണാതെ പഠിച്ചാൽ നല്ലതാണ്. Argument of omega is 2π/3. അപ്പോൾ argument of omega 2π/3 ആണെങ്കിൽ what is argument of omega square? നമ്മൾ പഠിച്ചിട്ടുണ്ട് argument of omega square എന്താ? Twice of argument of z ആണ്. That is 4π/3. അപ്പോൾ ഒമേഗയുടെ ആർഗ്യുമെന്റ് 2π/3, ഒമേഗ സ്ക്വയറിന്റെ ആർഗ്യുമെന്റ് 4π/3. ഓക്കെ. ഒമേഗ raised to any power which is the multiple of 3 is 1. ഒമേഗ raised to 9 ഒക്കെ 1 ആണ്. അപ്പം പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു കോംപ്ലക്സ് നമ്പർ ഇപ്പൊ നോക്കൂ, ഒമേഗ raised to 500. ഒമേഗ raised to 500 വാല്യൂ എന്താ ചോദിച്ചു? ഒമേഗ raised to any പവർ. അപ്പൊ ഒമേഗയുടെ പവർ ഒരിക്കലും ഒമേഗയുടെ പവർ 3 ആയാൽ അത് 1 ആവും. അപ്പൊ ഒമേഗയുടെ പവർ എന്തായാലും, എന്ത് നാച്ചുറൽ നമ്പർ ആയാലും അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒന്നുകിൽ 1 ആയിരിക്കും, 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3യുടെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒന്നുകിൽ അത് ഒമേഗ ആയിരിക്കും, ഒമേഗ സ്ക്വയർ. ഷുവറാണ്. അല്ലാതെ അതിന് കൂടുതൽ പോവില്ല. നോക്കാം, ഒമേഗ raised to 500 വാല്യൂ നോക്കാം. ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 20, 18, 20, ബാക്കി 2. അപ്പോൾ ആൻസർ ഇസ് ഒമേഗ സ്ക്വയർ. ഒമേഗ raised to 500 ഒമേഗ സ്ക്വയർ ആണ്. Now what is omega raised to? Omega raised to 2023 ചോദിച്ചാൽ വാട്ട് ഇസ് ആൻസർ? ഈ കൊല്ലം 2023 അല്ലേ? നോക്കാം, ഒമേഗ raised to 2023 എന്താ? 3 പോവാൻ നോക്കാം. ഇതിപ്പോ എങ്ങനെയാ ഒമേഗ raised to 500? ഒമേഗ raised to 5 എന്താ മക്കളെ? ഇറ്റ് ഇസ് ഒമേഗ സ്ക്വയർ. കാരണം എന്താ? ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഇത് കൂടെ ഒമേഗ ക്യൂബ് എന്താ? 1 ആണ്. 1 ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണ്. അത് ഒമേഗ സ്ക്വയർ ആണ്. അതുപോലെ ഇതൊക്കെ ചെയ്യണം. അപ്പൊ ഒമേഗ raised to 2023 എങ്ങനെ ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താവും? 18, 12 കറക്റ്റായിട്ട് 3 പോവും അല്ലേ? 18 അല്ല, 3 പോവില്ലല്ലേ? 18, 22, 22 21 പോവും. 13 ഒരു ഒമേഗ ഉണ്ടാവും, ഒരാളുണ്ടാവും. ആൻസർ ഇസ് ഒമേഗ. ക്ലിയർ അല്ലേ? അതൊരു ഐഡിയ. ഒമേഗ raised to any power which is a multiple of 3 is 1. Omega raised to any power which is not a multiple of 3 is either omega or omega square. Right? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി പറയാൻ പറ്റും. എന്താ വേറെ കാര്യം? ഒമേഗ raised to, ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണം, വാട്ട് ഇസ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ക്യൂബ് പ്ലസ് ഒരു കാര്യം ചെയ്യാം. നമുക്ക് അത് ചെയ്തതിന് മുമ്പ് ഇങ്ങനെ പറയാം. ഒമേഗ raised to, what is omega raised to 5
plus omega raised to 6 plus omega raised to 7. ഇതിന്റെ വാല്യൂ അതായത് ഒമേഗയുടെ കോൺസിക്യൂട്ടീവ് പവേഴ്സ് നോക്കാം. ഒമേഗ റേസ് ടു 5 പറഞ്ഞാൽ ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ അത് ഒമേഗ സ്ക്വയർ ആണ്. ഒമേഗ റേസ് ടു 6 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇത് 1. ഒമേഗ റേസ് ടു 7 6 പോവും. അപ്പോൾ ഒമേഗയാണ്. ഇതിന്റെ വാല്യൂ 0. ഇതൊരു കണ്ടുപിടുത്തമാണ്. എന്താ കണ്ടുപിടുത്തം? ഒമേഗയുടെ 3 കോൺസിക്യൂട്ടീവ് പവേഴ്സ് ആഡ് ചെയ്യുമ്പോഴൊക്കെ അതിന്റെ വാല്യൂ എന്താ? 0 ആണ്. Any 3 consecutive powers of omega when added the value will be 0 always. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? What is the value of this? 1 plus omega square plus omega cube plus etc plus omega raised to 100. ഇതിന്റെ വാല്യൂ എന്താ വെച്ചാൽ what is the answer? എല്ലാ 3 ടേമും കൂടി കൂട്ടുമ്പോൾ 0 ആണ്. എല്ലാ 3 ടേമും കൂട്ടുമ്പോൾ 0 ആണ്. ഇത് 0 ആണ്. അടുത്ത 3 എണ്ണം കൂട്ടുമ്പോൾ 0 ആണ്. അടുത്ത 3 എണ്ണം കൂട്ടുമ്പോൾ 0 ആണ്. അപ്പൊ എവിടെ വന്ന് നിൽക്കും അത്? 1 പ്ലസ് ഒമേഗ 3 എണ്ണം വെച്ചാണെങ്കിൽ ആകെ എത്ര ടേം ഉണ്ട്? 101 ടേം ഉണ്ട് അല്ലേ? ആകെ 101 കണ്ടോ? വണ്ടത്തെ തുടങ്ങണ്ട. ആകെ 101 ടേം ഉണ്ട്. 101 ടേം. അപ്പൊ 101 ടേമില് 3 വെച്ച് പോവുകയാണെങ്കിൽ ബാക്കി എത്ര ടേം ഉണ്ടാവും? ബാക്കി 101 ടേമില് 101 ടേം ഉണ്ട്. 101 ടേമില് 3 വെച്ച് പോവാണെങ്കിൽ 101/3. അപ്പൊ ബാക്കി എത്ര ടേം ഉണ്ടാവും? 3 3 is 9 11 3 3 is 9 ബാക്കി 2 അല്ലേ? ബാക്കി 2 ടേംസ് അല്ലേ ഉണ്ടാവുക? അപ്പൊ അവസാനത്തെ 2 ടേംസ് ബാക്കി ഉണ്ടാവും. അപ്പൊ അവസാനത്തെ 2 ടേം ബാക്കി ഉണ്ടാവും. അപ്പൊ അവസാനത്തെ 2 ടേം ഏതൊക്കെയാണ്? ഒമേഗ റേസ് ടു 99 പ്ലസ് what is omega raised to 99? It is 1 plus omega raised to 100. It is omega. Answer is 1 plus omega. അപ്പോൾ ഇത് ഉഗ്രനായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ചോദ്യം ചോദിക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ പറയാണ്. എന്താണ്? if a plus b omega question a plus b omega is equal to 1 plus omega square plus omega cube plus etc plus omega raised to 100. What is the value of A? What is the value of B? So, what's the answer? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 1 plus omega square etc omega raised to 100 value 1 plus omega ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ 1 plus omega ആണ്. എയുടെ വാല്യൂ എന്താണ്? 1 ആണ്. ബിയുടെ വാല്യൂ A equals 1 B equals 1. റൈറ്റ്? അത് ഉപയോഗിച്ചിട്ടാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. Please read that question. -1/2 plus I√3/2 raised to 52 plus -1 minus I√3/2 raised to 52ന്റെ വാല്യൂ എന്താണ് ചോദ്യം. ഇത് കണ്ട ഉടനെ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ? ഒമേഗയുടെ വാല്യൂ. What is the value of omega? -1 plus I√3/2 ആണ്. ഇത് ഒമേഗയാണ്. ഇത് ഒമേഗ സ്ക്വയർ ആണ്. This is actually omega raised to 52 plus omega square raised to 52. 52 അല്ലേ? It is omega raised to 52 plus omega raised to 104 വരും. റൈറ്റ്? ഇനി ഒമേഗ raised to 52 ഞാൻ പറഞ്ഞു ഒമേഗയുടെ ഏത് പവറും 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1 അല്ലെങ്കിൽ അത് ഒന്നുകിൽ 1 ഒമേഗ ആയിരിക്കും അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 22 21 പോവും 7 ബാക്കി 1 ബാക്കി ഉണ്ടാവും. ഒമേഗയാണ്. പ്ലസ് ഇത് 3 ഡിവൈഡ് ചെയ്താൽ 9 14 2 ബാക്കി ഒമേഗ സ്ക്വയർ. ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ലാൻഡ്. യു നോ 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 അല്ലേ? ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ എന്താ? ഓപ്ഷൻ സി ഇസ് ആൻസർ. ഈ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിനെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നമുക്ക് എപ്പോഴും x² പ്ലസ് x പ്ലസ് 1 ഈക്വൽ ടു 0 കണ്ട ഉടനെ അതിന്റെ റൂട്ട്സ് ഒമേഗയും ഒമേഗ സ്ക്വയറും ആണ്. ഇത് ഓർക്കാം എപ്പോഴും. Whenever you come across a quadratic equation of the form x² plus x plus 1 equals 0, the roots are omega and omega square. അങ്ങനെ ആലോചിച്ചാൽ എളുപ്പമല്ലേ?
അതേപോലെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ റൂട്ട്സ് മൈനസ് ഒമേഗ സ്ക്വയർ. ഇത് ഓർക്കുക. ഇത് കാരണമുണ്ട്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ റൂട്ട്സ് ആൽഫ ബീറ്റ ആണെങ്കിൽ മൈനസ് ആൽഫ മൈനസ് ബീറ്റ റൂട്ട്സ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണണമെങ്കിൽ എക്സിന് പകരം മൈനസ് എക്സ് റീപ്ലേസ് ചെയ്താൽ മതി. അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലൊന്നും ബേജാറാവണ്ട. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതാണെങ്കിൽ ഒമേഗ സ്ക്വയർ. എക്സിന് പകരം മൈനസ് എക്സ് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതല്ലേ വരിക. അപ്പോൾ ഇവിടെ എക്സിന് പകരം മൈനസ് എക്സ് റീപ്ലേസ് ചെയ്താൽ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ റൂട്ട്സ് ഏതൊക്കെയായിരിക്കും? മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ 0. റൂട്ട്സ് ആർ ഒമേഗ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ 0. റൂട്ട്സ് ആർ മൈനസ് ഒമേഗ സ്ക്വയർ. ഒത്തൂടെ ട്രൈ. ഇനി ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ പറയാം. ആൽഫ ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് x square plus x plus 1 is equal to 0. Then what is the value of alpha raised to 7 plus beta raised to alpha raised to 7 plus beta raised to 4? What is alpha raised to 7 plus beta raised to 4? ഒന്ന് ട്രൈ ചെയ്യും. നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്യും. ഇവിടെ നിങ്ങൾ കണ്ടാൽ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് വിചാരിക്കും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലാതെ ആൽഫ സ്റ്റാൻഡ്സ് ഫോർ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആൽഫ എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ഒമേഗയാണ്. ബീറ്റ സ്റ്റാൻഡ്സ് ഫോർ ഒമേഗ സ്ക്വയർ ആണ്. ആൽഫ ബീറ്റ റൂട്ട്സ് ഒന്നും അതാർത്ഥം. ആൽഫ സ്റ്റാൻഡ്സ് ഫോർ ഒമേഗ ആൻഡ് ബീറ്റ സ്റ്റാൻഡ്സ് ഫോർ ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഒമേഗ റേസ് ടു 7 plus omega square raised to 4. Omega raised to 7 എന്തായിരിക്കും മക്കളെ? What is omega raised to 7? It is omega raised to 6 into omega ആയിരിക്കും. Omega raised to 6 into omega is omega itself. Plus omega raised to square raised to 4. What is omega square raised to 4? Omega raised to 8. What is omega raised to 8? Omega raised to 6 into omega square. It is omega square. And you know omega plus omega square is minus 1. The value is minus 1. എളുപ്പല്ലേ? അപ്പോൾ അതേപോലെ ഇങ്ങനെയും ചോദിക്കാം. What is if alpha and beta are the roots of x square minus x plus 1 equals 0? What is the value of alpha raised to 2023 plus beta raised to 2023? Alpha raised to 2023 plus beta raised to 2023. നോക്കാം. ഇതിൽ alpha stands for omega ആണ്. Alpha stands for minus omega ആണ്. നോക്കാം, minus omega. Alpha stands for minus omega. But this stands for minus omega. This stands for minus omega square. അപ്പോൾ ഇതെന്താ? മൈനസ് ഒമേഗ റേസ് ടു 2023 പ്ലസ് ബീറ്റയുടെ സ്ഥാനത്ത് മൈനസ് ഒമേഗ സ്ക്വയർ റേസ് ടു 2023 അല്ലേ? മൈനസ് ഒമേഗ സ്ക്വയർ റേസ് ടു 2023. അപ്പോൾ 2023 ഓഡ് ആയതുകൊണ്ട് നെഗറ്റീവ് പുറത്ത് വരും. ഇറ്റ് ഇസ് നെഗറ്റീവ് ഓഫ് എന്താ വരിക? നെഗറ്റീവ് ഓഫ് നോക്കാം. വാട്ട്സ് ദ വാല്യൂ? ഇറ്റ് ഇസ് ഒമേഗ റേസ് ടു 2023. ഒമേഗ റേസ് ടു 2023 3 പോകും. നോക്കൂ, 3 18, 22 12, അല്ല 22 21, 13 12, ബാക്കി 1 ഉണ്ടാവും, ഒമേഗ ഉണ്ടാവും. ഈ മൈനസ് പുറത്തോണ്ട് വേണ്ട. 4046 ആണ്. 4046 4046 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 1 10 9, ബാക്കി 1 14, 12, 26, 24. ഒന്നുകൂടി പറയാം. 3 എടുത്താൽ ഇവിടെ ബാക്കി 1 ഉണ്ടാവും. 10, 9, 1 ബാക്കി ഉണ്ടാവും. 14, 12, 26, 24, ബാക്കി 2. 2 ആവുമ്പോൾ ഒമേഗ സ്ക്വയർ വരും. ഇതിനും ഇതാ സ്വഭാവം ഉണ്ട്. എന്താ? 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 തന്നെയാണ്. അപ്പോൾ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ -1 ആണ്.
is minus of minus 1, the value is 1. നല്ല ചോദ്യമല്ലേ? ഒമേഗ ആൽഫ റേഷ്യോ 2023 പ്ലസ് ബീറ്റ റേഷ്യോ 2023 വാല്യൂ ഇതാ 1. നല്ല ചോദ്യമാണ്. അപ്പൊ അതുപോലെ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടുള്ള ചോദ്യമുണ്ട്. ഞാൻ അത് പറയാം. അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നോക്കൂ, 1 ഒമേഗ ഒമേഗ സ്ക്വയർ ഒരു ആർഗൻ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്താൽ അതെങ്ങനെയാണ് ഉണ്ടാവുക? എങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ്? യു ആർ റെപ്രസെന്റിംഗ് ദാറ്റ് ഇൻ ദ ആർഗൻ പ്ലെയിൻ. അപ്പൊ ഇത് വൈ ആക്സിസും ഇത് എക്സ് ആക്സിസും ആയാൽ ഇതാണ് 1. ഒമേഗ പറയുന്നത് ദിസ് ഇസ് 1 ആണെങ്കിൽ മൈനസ് ഹാഫ് പ്ലസ് I√3/2. ഇവിടെ എവിടെയായിരിക്കും ഒമേഗ? ഇതിന് നേരെ റിഫ്ലക്ഷൻ ഇതായിരിക്കും ഒമേഗ സ്ക്വയർ. അപ്പൊ യു ക്യാൻ സീ ദാറ്റ് 1 ഒമേഗ ഒമേഗ സ്ക്വയർ വരച്ചാൽ, യോജിപ്പിച്ചാൽ, you will form the sides of a equilateral triangle. അതൊരു കൺസെപ്റ്റാണ്. 1 omega omega square lie on the vertices of an equilateral triangle in a argand plane. ഇതിന്റെ ഈ ദൂരം equilateral triangle ആയതുകൊണ്ട് ഈ ദൂരം ഇത് എത്രയാ? -1 പ്ലസ് I√3/2 -1 മൈനസ് I√3/2 ആയതുകൊണ്ട് ഈ ദൂരം ഇത് √3/2 ഇത് √3/2 ആണ്. അപ്പൊ ഈ ദൂരം √3 ആണ്. അപ്പോൾ ഇതിന്റെ ഒരു വശം √3 ആണ്. സൈഡ് എന്താ? സൈഡ് ലെങ്ത് എന്താ? √3 ആണ്. അപ്പോൾ സൈഡ് √3 ആണെങ്കിൽ വാട്ട് ഇസ് ഏരിയ? ഏരിയ ഓഫ് എൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്താ? √3/4a² ആണ്. ഇറ്റ് ഇസ് √3/4 into √3 square. It is 3√3/4. അപ്പോൾ എന്തൊക്കെ ചോദ്യമായി നോക്കൂ. 1 ഒമേഗ ഒമേഗ സ്ക്വയർ lie on the vertices of a equilateral triangle in a argand plane. പിന്നെയോ അതിന്റെ സൈഡ് √3 ആണ്. ഏരിയ ഓഫ് ദ equilateral triangle is √3/4, 3√3/4. പിന്നെ അതുപോലെ വേറൊരു ചോദ്യം. സപ്പോസ് യു ഹാവ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്. x⁴ ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് x² പ്ലസ് 1 = 0. ഒരു 4th ഡിഗ്രി ഇക്വേഷൻ. ഇതിന്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആണെന്ന് വിചാരിക്കാം. ആണെങ്കിൽ വാട്ട് ഇസ് ദ ആൽഫ ബീറ്റ ഗാമ വെർട്ടിസസ് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ എന്താണ്? ആ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ എന്താണ്? ദ ക്വസ്റ്റ്യൻ. x⁴ plus x² plus 1 = 0ന്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആണെങ്കിൽ അവര് വെർട്ടിസസ് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ എന്താണ്? പാരലഗ്രാം ആണോ, സ്ക്വയർ ആണോ, റെക്ടാങ്കിൾ ആണോ, റോംബസ് ആണോ? പിന്നെ ആ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ എന്താണ്? അപ്പൊ 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നോക്കാം. ഇതിൽ ധാരാളം ചോദ്യം ചോദിക്കാം. അതിൽ 2 ചോദ്യങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നു. ഇപ്പം ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചോദ്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. x⁴ plus x² plus 1 = 0. ഈ x⁴ plus x plus 1 = 0 പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഇത് ഫാക്ടറൈസ് ചെയ്യാം. x⁴ plus x² plus 1നെ നമ്മൾക്ക് ഫാക്ടറൈസ് ചെയ്താൽ ഇങ്ങനെയാണ് ഇത്ര കിട്ടുക. If you factorize this, you get the value as x² plus x plus 1 into x² minus x plus 1. ഇത് 0 ആണെങ്കിൽ ഇത് 0 ആവും. ഇത് 0 ആയി എന്താ സംഭവിക്കുക? ഒന്നുകിൽ ഇത് 0 ആവും അല്ലെങ്കിൽ ഇത് 0 ആവും. അപ്പോൾ 2 കേസ് വരും. എന്തൊക്കെയാ? this is equal to 0 means this is equal to 0 or this is equal to 0. ഇത് 0 ആയാൽ എന്താ സംഭവിക്കുക? x² plus x plus 1 0 ആയാൽ റൂട്ട്സ് ഏതൊക്കെയാ? റൂട്ട്സ് ഒമേഗയും ഒമേഗ സ്ക്വയർ. ഇത് 0 ആയാൽ റൂട്ട്സ് ഏതൊക്കെയാ? x² minus x plus 1 = 0. റൂട്ട്സ് 0 ആയാൽ റൂട്ട്സ് ഏതൊക്കെയാ? മൈനസ് ഒമേഗ സ്ക്വയർ. അതായത് ഈ ആൽഫ സ്റ്റാൻഡ്സ് ഫോർ ഒമേഗ. This stands for omega square. This stands for minus omega. This stands for minus omega. Is that clear? അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. ആൽഫ ബീറ്റ സ്റ്റാൻഡ്സ് ഫോർ ഒമേഗ സ്ക്വയർ. ഗാമ ഡെൽറ്റ സ്റ്റാൻഡ്സ് ഫോർ മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പൊ നോക്കാം ഇത് ഉണ്ടാക്കുന്ന ചിത്രം എങ്ങനെയായിരിക്കും? വാട്ട് ഇസ് ദ ഫിഗർ ഫോം? നോക്കാം. ഒന്ന് ഫിഗർ വരയ്ക്കും. This is y axis, x axis.
നമ്മൾ പഠിച്ചു ഇതാണ് 1 എങ്കിൽ ഇതായിരിക്കും ഒമേഗ. ഇതാണ് ഒമേഗ. ഏകദേശം ഇവിടെ ആയിരിക്കും ഒമേഗ സ്ക്വയർ ഉണ്ട്. ദിസ് ഇസ് ഒമേഗ, ഒമേഗ സ്ക്വയർ. അപ്പോൾ മൈനസ് ഒമേഗ എന്തായിരിക്കും? ഇതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ മൈനസ് ഒമേഗ ഇതായിരിക്കും മൈനസ് ഒമേഗ. ഇതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിരിക്കും മൈനസ്. അപ്പൊ ഇതുണ്ടാക്കുന്ന ഫിഗർ എന്തായിരിക്കും? കണ്ട സ്ക്വയറാ തോന്നും, ഫിഗർ എന്താ ശ്രദ്ധിക്കണം. വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ദിസ് ഫിഗർ? നോക്കൂ, ഇത് -½ പ്ലസ് I√3/2 ആണ്. ഈ പോയിന്റ് -½ പ്ലസ് I√3/2 ആണ്. അപ്പൊ ഇത് ഇവിടെ നിങ്ങോട്ട് -½ ആണ്, ഇവിടെ നിങ്ങോട്ട് -½ ആണ്. അതെല്ലാം സിമെട്രിക് ആണ്. അപ്പൊ ഇത് 1 ആയിരിക്കും, ഈ ലെങ്ത് 1 ആയിരിക്കും, ഈ ലെങ്ത് 1 ആയിരിക്കും, ഈ ലെങ്തോ √3 ആയിരിക്കും. അപ്പം of course it will be a rectangle, but it will be a rectangle, it will be a rectangle, and the area is, what's the area? Area is length into width, √3 square, √3 square, right? അപ്പൊ അതേപോലെ ഇങ്ങനെയും ചോദിക്കാം, what is the value of, ഇങ്ങനെ ചോദിക്കാം, what is the value of alpha raised to 2023 plus beta raised to 2023 പിന്നെ plus gamma raised to 2023 plus delta raised to 2023. ഈ 2023ന്റെ പവർ വേറെ ആവട്ടെ. ഓക്കെ, അപ്പം ആൽഫ സ്റ്റാൻഡ്സ് ഫോർ ഒമേഗയാണ്. ഇത് ഒമേഗയാണ്, മൈനസ് ഒമേഗ. ഇപ്പൊ രണ്ടും വെട്ടിപ്പോവും, മറ്റേതും വെട്ടിപ്പോവും. ഇതിപ്പോ ഒമേഗ ആയതുകൊണ്ട് അതിന്റെ പവർ വൃത്തി ഉണ്ടാവും. അപ്പൊ ഇവിടെ വേറൊരു നമ്പർ ആണെങ്കിൽ ഇതിന് ഭംഗിയുള്ളൊരു വാല്യൂ ഉണ്ടാവും. പക്ഷെ 2023 ആണെങ്കിൽ ദ വാല്യൂ ഈസ് 0. അപ്പോൾ വേറെ നിങ്ങൾ ട്രൈ ചെയ്യുക, വേറൊരു പവർ ആയിട്ട് ട്രൈ ചെയ്യുക. കാരണം ഒമേഗ റേസ് ടു എനി പവർ നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഈസ് ഐദർ ഒമേഗ ഓർ ഒമേഗ സ്ക്വയർ. മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ 1 ആവും. വിത്ത് ദിസ് വിൽ ക്ലോസ് ടുഡേസ് ക്ലാസ്.